എല്ലാവർക്കും നമസ്തേ. ശിവഗിരി മഠം ആചാര്യശ്രേഷ്ഠനായ ശ്രീനാരായണ ഗുരുദേവനാൽ പ്രതിഷ്ഠിതമായ സ്ഥാപിതമായ ഒരു ആത്മീയ കേന്ദ്രം, ലോകം മൊത്തവും ആദരിക്കുന്ന ഒരു ആത്മീയ കേന്ദ്രം തന്നെയാണ് ശിവഗിരി മഠം. എൻ്റെ ഇഷ്ടദേവനായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കവിടെ 2-3 പ്രാവശ്യം പോകാനും അവിടെ ധ്യാനിക്കാനും അവസരം കിട്ടിയിട്ടുണ്ട്. അതെൻ്റെ ഒരു വലിയ മഹാഭാഗ്യമായാണ് ഞാൻ കരുതുന്നത്. അത്രമാത്രം പവിത്രവും പുണ്യവും നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ ശിവഗിരി മഠം. ഗുരുദേവൻ അധ്യക്ഷനായി വിരാജിച്ചിരുന്ന ആ സ്ഥാനത്ത്, അദ്ദേഹം അധ്യക്ഷനായി നയിച്ചിരുന്ന ആ സ്ഥാനം ഇന്ന് സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ഒരു സ്വാമിയാണ് അലങ്കരിക്കുന്നത്. മനസ്സിലായി കാണും, സച്ചിദാനന്ദൻ എന്ന് പറയുന്ന സ്വാമിയെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലായി കാണും. സ്വാമി സച്ചിദാനന്ദൻ. സത്യത്തിൽ എനിക്ക് അദ്ദേഹത്തെ സ്വാമി എന്ന് വിളിക്കാൻ എനിക്ക് ഒട്ടും മനസ്സ് തോന്നുന്നില്ല. ഒരു താല്പര്യമില്ലാതെയാണ് ഞാൻ സ്വാമി എന്ന് വിളിക്കുന്നത്. ആ ഇരിക്കുന്ന പദവിയുടെ ആ ഒരു മാന്യത കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹത്തെ ഞാൻ സ്വാമി എന്ന് പറയുന്നത്, അഭിസംബോധന ചെയ്യുന്നത് അല്ലേ വിളിക്കുന്നത്. ഇത് പറയാൻ കാരണം, അടുത്ത കാലങ്ങളിലായി അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളും ഒക്കെ പ്രവൃത്തികളും ഒക്കെ ആ രീതിയിലാണ്. ഒരു സന്യാസിക്ക് അല്ലെ സ്വാമിക്ക് അല്ലെ ശിവഗിരി മഠം അധ്യക്ഷന് യോജിച്ച തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഗുരുദേവൻ എന്താണോ ഉദ്ദേശിച്ചത് അതിന് നേരെ വിപരീതമായിട്ടുള്ള പ്രവൃത്തികളാണ് അദ്ദേഹം ചെയ്യുന്നത്. ഗുരുദേവനെ തന്നെ അപഹസിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യമായി, നേരത്തെ അദ്ദേഹം ആണെങ്കിലൊരു പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു. ശിവഗിരി മഠത്തിൽ സർവമത പ്രാർത്ഥനാ കേന്ദ്രം തുടങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് റോമിൽ ചെന്ന് മാർപ്പാപ്പയായിട്ട് കണ്ടതിന് ശേഷം വലിയ പ്രസ്താവനയൊക്കെ നടത്തിയതാണ്. സത്യത്തിൽ അത് ഗുരുദേവൻ്റെ ഇച്ഛയ്ക്ക് ഏതെങ്കിലും രീതിയിൽ യോജിക്കുന്നതാണോ? അല്ല. കാരണം അദ്ദേഹം പറയുന്ന ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറയുന്ന അദ്ദേഹം എവിടെയെങ്കിലും ഒരു മസ്ജിദ് സ്ഥാപിച്ചിട്ടുണ്ടോ? ഇല്ല. ചർച്ച് സ്ഥാപിച്ചിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളതൊക്കെ എന്താണ്? ഹൈന്ദവ ക്ഷേത്രങ്ങളും ഹൈന്ദവ ദേവതമാരെയുമാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഇതര മത ആരാധനാലയം അദ്ദേഹം സ്ഥാപിച്ചതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമോ? ഇല്ല. കാരണം അദ്ദേഹം അങ്ങനെയൊന്നും സ്ഥാപിച്ചിട്ടില്ല. അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ഹൈന്ദവ ദേവന്മാർ, അന്ന് ജാതീയത കൊടികുത്തി വാണിരുന്ന കാലമാണ്. ആ ജാതീയതയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സനാതനധർമ്മത്തെ നേരായ മാർഗത്തിൽ നയിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഈ ജാതീയതയിൽ മനം നൊന്ത് ഹിന്ദുധർമ്മം ഉപേക്ഷിച്ച് ഈഴവ സമുദായത്തിൽപ്പെട്ട് വളരെയേറെ ആൾക്കാർ ഈ മതം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായപ്പോൾ അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവരെ ഹിന്ദുധർമ്മത്തിൽ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടി ഉള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നതും. ആ ഐത്തത്തിനെതിരായിട്ടും ജാതീയതയ്ക്കെതിരായിട്ടുമുള്ള പ്രതിഷേധം എന്ന രീതിയിലാണ് അദ്ദേഹം ഹൈന്ദവ ദേവന്മാരെ പ്രതിഷ്ഠിച്ചതും ആരാധനാലയങ്ങൾ സ്ഥാപിച്ചതും. ഒരിടത്തും അദ്ദേഹം ഒരു പള്ളിയായിട്ട്, ഒരു ക്രിസ്ത്യൻ പള്ളിയായിട്ട്, മുസ്ലിം പള്ളിയായിട്ട് സ്ഥാപിച്ചിട്ടില്ല. അദ്ദേഹം ഒരു പള്ളിയിലോ ഒരു മസ്ജിദിലോ ചർച്ചിലോ അദ്ദേഹം ആരാധിക്കാനും പോയിട്ടില്ല. കാരണം അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഹൈന്ദവ സനാതന ധർമ്മത്തിലും അദ്വൈതത്തിലും ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഉദ്ദേശിച്ച ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നത്
ഹിന്ദുവിന് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നത് മാത്രമാണ്. നമുക്ക് ഈ ഒരു ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കുമേ, ഒരു ദൈവവും അതെന്തോ ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ പറയാൻ കാരണം ഏതാ ഒരു ദൈവം? അങ്ങനെ ചിന്തിക്കും. നമുക്ക് 30 കോടി ദൈവങ്ങളുണ്ടല്ലോ, അപ്പോൾ ഇതിൽ ഏതാണ് ഗുരുദേവൻ ഉദ്ദേശിച്ച ദൈവം? ഒരു ദൈവം എന്ന് നമ്മൾ ചിന്തിക്കും. ഒരു ദൈവമേ ഉള്ളൂ നമുക്ക്. ആ ദൈവത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് നമ്മൾ, ആ ദൈവത്തിനെ വിവിധ രൂപത്തിലാണ് ആരാധിക്കുന്നതെന്നേ ഉള്ളൂ. നമ്മൾ ഈ മാർക്കണ്ഡേയ പുരാണമൊക്കെ വായിച്ചാൽ അറിയാം, ഈ പ്രളയം കൊണ്ട് ലോകം മൊത്തവും പ്രളയം കൊണ്ട് നിറഞ്ഞിരുന്ന സമയത്ത് അദ്ദേഹം, മാർക്കണ്ഡേയൻ ചിരഞ്ജീവിയാണല്ലോ, അദ്ദേഹം ലോകത്ത് ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ കാണുന്ന നേരത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ നാരായണൻ ഒരാലിലയിൽ കാലിൻ്റെ പെരുവിരൽ കടിച്ചു കിടക്കുന്നതാണ്. അത് കൃഷ്ണനോ ഒന്നുമല്ല, ആ ഒരു ദൈവമാണ് നമ്മുടെ ഏക ദൈവം. നാരായണൻ എന്ന് പറയും, അല്ലെ ആദിനാരായണൻ എന്ന് പറയും. ഇതാണ്, ഈ ഒരു ദൈവമേ ഉള്ളൂ നമുക്ക്. ആ ഒരു ദൈവത്തെ നമ്മൾ വിവിധ രൂപത്തിൽ ആരാധിക്കുന്നു. ആ ദൈവത്തിൻ്റെ ചില സന്ദർഭങ്ങൾ, ചില കാലങ്ങളിൽ അദ്ദേഹം ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി വിവിധ രൂപങ്ങൾ കൈക്കൊള്ളാറുണ്ട്. ആ രൂപത്തെ നമ്മൾ ആരാധിക്കുന്നു. ആ ദൈവത്തിൻ്റെ രൂപങ്ങളാണ് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, മറ്റ് 30 കോടി ദൈവങ്ങളും. ഇത് നമ്മൾ മനസ്സിലാക്കാതാണ് നമുക്ക് 30 കോടി ദൈവങ്ങളുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ അപഹസിക്കുമ്പോൾ നമ്മൾ തല കുനിച്ച് ചിലർക്ക്, എനിക്ക് നാണക്കേടൊന്നുമില്ല എന്ന് പറഞ്ഞാലും, ചിലർ വിചാരിക്കുകയോ ഞാൻ ഇങ്ങനെ ഉള്ള ഒരു മതത്തിലാണെന്നല്ലോ വിശ്വസിച്ചെന്നും പറഞ്ഞ് പലരും മതം വിട്ടു പോകാറുണ്ട്, മതം മാറിപ്പോകാറുണ്ട്. അത്തരക്കാരെ ഉദ്ദേശമാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തത് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് അവരിതിനെല്ലാം അംഗീകരിക്കുന്നു. നമ്മൾ ഏതൊരു ദൈവത്തിനെ വിളിച്ചാലും നമ്മൾ തന്നെ പറയാറുണ്ട്, നമ്മളൊരു കടൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കടലിലോട്ടല്ലേ ഈ നദികളെല്ലാം ചെന്ന് ചേരുന്നത്. ഏത് നദിയിൽ കൂടെ നമ്മൾ നേരെ ഒഴുകി ചെന്നാലും കടലിലോട്ടാണ് ചെല്ലുന്നത്, ആ ഏകമായ കടലിലോട്ടാണ് ചെല്ലുന്നത് എന്ന് പറയുന്നതിൻ്റെ കൂട്ടേ ഉള്ളൂ. ഭഗവാനെ ഏത് രൂപത്തിൽ ആരാധിച്ചാലും, ഈശ്വരനെ ഏത് രൂപത്തിൽ ആരാധിച്ചാലും ആ ഏകനായ ദൈവത്തിലോട്ടാണ് ചെയ്യുന്നത്. ഇതും മനസ്സിലാക്കാതെയാണ് പലരുടെയും പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഗുരുദേവൻ ഉദ്ദേശിച്ചതും അതേ ഉള്ളൂ. നമ്മുടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്നത് ഹിന്ദുവിന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള സങ്കല്പമാണ് അദ്ദേഹം പുലർത്തിയിരുന്നത്. അല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരു മസ്ജിദ് സ്ഥാപിച്ചേനേമായിരുന്നു, ചർച്ച് സ്ഥാപിച്ചേനേമായിരുന്നു, ക്ഷേത്രങ്ങൾ മാത്രം സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുകയില്ലായിരുന്നു. ഇത് വക്രീകരിച്ചാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ അനുയായികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗം ഈ പ്രവർത്തിക്കുന്നത്. അവരുടെ അജണ്ട വേറെയാണ്. അവർ ഈശ്വരവിശ്വാസം ഒന്നും ഉണ്ടായിട്ടല്ല, അവർക്ക് CPM എന്ന പ്രസ്ഥാനത്തിനെ വളർത്തണം. ആ ഒരു ഉദ്ദേശത്തിലാണ് ഗുരുദേവൻ്റെ ഈ നമ്മളെ പഠിപ്പിച്ച വചനങ്ങളെ എല്ലാം വക്രീകരിച്ച് കൊണ്ടുപോകുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതിന് നമ്മളിൽ പലരും എന്തോ പറയുന്നത്, അറിയാതെ കൊണ്ട് അതിനെ തല വെച്ച് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ ഈ സച്ചിദാനന്ദ സ്വാമി എന്ന് വിളിക്കപ്പെടുന്ന ആള്. അദ്ദേഹം ഈ CPM എന്ന പ്രസ്ഥാനത്തിൻ്റെ അജണ്ട നടപ്പാക്കാൻ അവരേതെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ ചെന്ന് ചാടുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി പുള്ളി ഓരോ കലാപരിപാടികളുമായിട്ട് ഇറങ്ങുന്നതാണ്. അങ്ങനെ ഹിന്ദുധർമ്മത്തിൻ്റെ ഉന്നതിക്കായി പ്രവർത്തിച്ചിരുന്ന ഗുരുദേവൻ്റെ വാക്കുകളെ വക്രീകരിച്ചാണ് സച്ചിദാനന്ദൻ എന്ന് വിളിക്കപ്പെടുന്ന സ്വാമി അദ്ദേഹം ശിവഗിരിയിൽ സർവമത പ്രാർത്ഥന സർവമത ആരാധനാലയം പണിയാൻ തീരുമാനിച്ചിരിക്കുന്നത്. തികച്ചും ഗുരുദേവൻ്റെ ആഗ്രഹങ്ങൾക്ക് നേരെ വിപരീതം. പിന്നെ അടുത്തത് ഈ ഷർട്ട് വിവാദം. നൂറ്റാണ്ടുകളായി, കാലാകാലങ്ങളായി ഹിന്ദു സമൂഹം ആചരിച്ചു വരുന്ന
ആചാരത്തിന് എതിരായിട്ടാണ് അദ്ദേഹം അത് മാറ്റിമറിക്കണമെന്ന് പറഞ്ഞു. ആർക്കും ഒരു ദോഷമില്ലാത്ത ആചാരം. ഇഷ്ടമുള്ളവർ ചില ക്ഷേത്രങ്ങളുടെ പ്രത്യേകത വെച്ച് അവിടെ ഷർട്ട് ധരിച്ചുകൊണ്ട് അകത്ത് പ്രവേശിക്കാറില്ല. അത് കാലങ്ങളായി നടന്നു വരുന്നതാണ്. ആർക്കും പ്രത്യേകിച്ച് അതിൽ എതിരഭിപ്രായമില്ല. ആർക്കും അതുകൊണ്ട് ഒരു ദ്രോഹം ഉണ്ടായിട്ടില്ല. ചില ക്ഷേത്രങ്ങളിൽ മാത്രമാണ്. ചില ക്ഷേത്രങ്ങളിൽ ആൾക്കാർ ഷർട്ടിട്ടുകൊണ്ട് കയറാവുന്നിടത്ത് പോലും പലരും ഷർട്ടിടാതാണ് കയറുന്നത്. അങ്ങനെ അങ്ങനെ ഉള്ള ഒരു ആചാരമാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളിലുള്ളത്. വിവിധ ക്ഷേത്രങ്ങൾക്ക് വിവിധ ആചാരാനുഷ്ഠാനങ്ങൾ. അതിൽ കയറി ഇയാൾ പിടിച്ചു. ഷർട്ട് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാൻ അനുവാദം നടത്തണം എന്നും പറഞ്ഞ് ഇയാളുടെ സ്വാമിമാരെ എല്ലാം കൊണ്ട് എന്തുവാ ഈ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്തേക്കോ എങ്ങാണ്ടോട്ടൊക്കെ മാർച്ചോ ധർണ ഏതാണ്ടൊക്കെ നടത്തി. അതെന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഈ ഹിന്ദു സമൂഹത്തിനിടയ്ക്ക് ഉണ്ടാക്കി വെക്കുന്നത്? അത് സത്യം പറഞ്ഞാൽ ഹിന്ദുക്കളിലെ ഇപ്പോൾ ഏകദേശം ഒരു ഐക്യം രൂപപ്പെട്ടു വരുന്നുണ്ട് ഹിന്ദു വിവിധ ജാതികൾക്കിടയിൽ. ഇതിനെ തകർക്കുക എന്നുള്ള ഒരു ഉദ്ദേശം, ഇങ്ങനെ ഹിന്ദുക്കളുടെ വിവിധ ജാതികൾക്കിടയിൽ ഐക്യമുണ്ടായി വരുന്നത് ഈ സച്ചിദാനന്ദൻ്റെ വിശ്വസിക്കുന്ന ആ പ്രസ്ഥാനമായ CPM ദോഷകരമായി വരും എന്നുള്ളത് കൊണ്ട് ഇതിനെ തകർക്കുക എന്നുള്ള ഒറ്റയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന സ്വാമി എന്ന് വിളിക്കപ്പെടുന്ന ഈ മനുഷ്യൻ നടത്തിയ ആ ഒരു പ്രസ്താവന. സർക്കാർ രേഖകളിൽ ഈ ജനറൽ വിഭാഗം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സവർണ വിഭാഗം, അല്ലെങ്കിൽ ഉയർന്ന ജാതി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ടവരെ ദളിത് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്നവരെ കൊണ്ട് ചീത്ത വിളിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സച്ചിദാനന്ദ സ്വാമികൾ എന്ന് വിളിക്കപ്പെടുന്ന ആ മനുഷ്യൻ്റെ ഈ വാക്കുകളും ഈ പ്രവർത്തനങ്ങളും എല്ലാം ഊർജം പകർന്നത്. നേരത്തെ തന്നെ അവർ ഈ വിഭാഗത്തിനെ തെറി പറഞ്ഞുകൊണ്ടായിരുന്നു നടക്കുന്നത്. കേൾക്കാൻ കൊള്ളാത്ത തെറി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിളിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഈ ദളിത് ആക്ടിവിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഒരു വിഭാഗം മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണതുപോലെ ഇതിന് അവരുടെ ആ തെറിവിളികൾക്ക് കൂടുതൽ ശക്തി കൂടി, ആക്കം കൂടി എന്നുള്ളതാണ് ഇതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു നേട്ടം, ഈ സച്ചിദാനന്ദന് ഉണ്ടായിട്ടുള്ള നേട്ടം. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഈ വിദ്വാൻ യേശുദാസിനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറ്റാൻ നടക്കുകയാണ്. ചേടാ, അവിടെ യേശുദാസ് കയറരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. വിശ്വാസികളല്ലാത്തവർ, ക്ഷേത്ര വിശ്വാസികളല്ലാത്തവരെ നമ്മൾ ഈ അഹിന്ദുക്കളെന്നൊക്കെ ആണ് പൊതുവെ വിളിക്കുന്നത്. ഹിന്ദുക്കളിൽ തന്നെ ക്ഷേത്രവിശ്വാസം ഇല്ലാത്തവരുണ്ട്. എങ്കിലും പൊതുവെ നമ്മൾ അഹിന്ദുക്കൾ എന്നാണ് ഈ ക്ഷേത്രത്തിൽ വിശ്വാസമില്ലാത്തവരെ വിളിക്കുന്നത്. മറ്റ് ഇതര മതസ്ഥരെ ഉദ്ദേശമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക്, ക്ഷേത്രത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം അവിടെ പാടില്ല. പല ക്ഷേത്രങ്ങളിലും അങ്ങനെയുള്ള ആചാരങ്ങളുണ്ട്. പാടില്ല എന്ന് പണ്ട് തൊട്ടേ നമ്മൾ ആചരിച്ചു വരുന്ന ഒരു കാര്യമാണ്. ആ ഒരിത് വെച്ചിട്ടാണ് യേശുദാസിനെ ക്ഷേത്രത്തിൽ കയറ്റണമെന്നും പറഞ്ഞപ്പോൾ ഈ വിദ്വാൻ നടക്കുന്നത്. യേശുദാസിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ ചെന്ന് എഴുതിക്കോ, ഞാൻ ഹിന്ദു മതവിശ്വാസിയാണെന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കയറാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഇതുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അവിടെ പോയിട്ടില്ല. പക്ഷേ ഇങ്ങേർക്ക് ഇല്ലാത്ത വിവാദം ഉണ്ടാക്കി കൊണ്ട് ഹിന്ദുക്കൾക്കിടയിൽ വീണ്ടും ഒരു തമ്മിലടി ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഹിന്ദുധർമ്മത്തെ, സനാതനധർമ്മത്തെ മറ്റു മതസ്ഥരെ കൊണ്ട് തെറി വിളിപ്പിക്കണം. ഇത് കേൾക്കുമ്പോൾ മറ്റു മതസ്ഥർ അവരുടെ അമ്പലത്തിൽ ഇതൊക്കെയാണ് നടക്കുന്നത്, ഗുരുവായൂർ ഒരാളിനെ, വിശ്വാസമുള്ള ഒരാളിനെ കയറ്റത്തില്ല, ഇതാ എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിപ്പിക്കണം. അതാണ് ഇയാളുടെ ഉദ്ദേശം. അതിനുവേണ്ടി ഇല്ലാത്ത
വിവാദങ്ങളുണ്ടാക്കി ഇങ്ങനെ ഒരു കലാപരിപാടികളുമായിട്ട് അയാൾ ഇറങ്ങി. ഇയാളോട് ഞാൻ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളായിരുന്നു. ഇയാൾ ആവശ്യമില്ലാത്ത ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങി പുറപ്പെടുന്ന ഇയാൾ എന്തുകൊണ്ട് ഒരു നമ്മുടെ ശങ്കരാചാര്യ സ്വാമികൾ ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് അഖാഡകൾ ഉണ്ടാക്കിയിരുന്നു. അതിലൊരു ഏറ്റവും വലിയ അഖാഡയാണ് ജൂന അഖാഡ. അവിടെ മഹാമണ്ഡലേശ്വരായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ തൃശ്ശൂർ സ്വദേശിയായ സ്വാമി ആനന്ദവനം ഭാരതിയാണ്. അദ്ദേഹം ഇത് കഴിഞ്ഞ മഹാകുംഭമേളയിലായിരുന്നു അദ്ദേഹത്തിനെ മഹാമണ്ഡലേശ്വരായിട്ട് അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തത്. അദ്ദേഹം കേരളത്തിൽ വന്നു. കേരളത്തിൽ നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഏതോ ഒരു വേദിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് സ്വീകരണം നൽകാൻ തീരുമാനിച്ചിരുന്നത്. ആദ്യ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് അതിന് അനുമതി നൽകി. എന്നാൽ പെട്ടെന്ന് ഇത് നടക്കേണ്ട സമയത്ത് അവർ അനുമതി നിഷേധിച്ചു. അത് തികച്ചും അവരുടെ ഈ CPM-ന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഇത് വെച്ചിട്ടാണ് ദേവസ്വം ബോർഡിനെ കൊണ്ട് കൊടുത്ത അനുമതി പിൻവലിപ്പിച്ചത്. കാരണം ഇത് ഈ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് ഈ അവിശ്വാസികളാണ്. സർക്കാർ ക്ഷേത്രങ്ങളാണല്ലോ ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ ഭൂരിപക്ഷം. അവിടെ ക്ഷേത്രം തകർക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ പിടിച്ച് അതിൻ്റെ ഭരണം ഏൽപ്പിക്കും. അവരിതേ ചെയ്യത്തുള്ളൂ. ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും വിശ്വാസികൾ, ഈ ഹിന്ദുമത വിശ്വാസികൾ ഇല്ലാതാകും എന്ന് പഠിപ്പിക്കുന്ന പാർട്ടിയാണ് CPM. അപ്പോൾ ഒരിക്കലും അവർ ഇതേപോലെ ഈ ഒരു ആത്മീയാചാര്യനെ അവിടെ കയറ്റത്തില്ല. ഈ വിശ്വാസികളുടെ പണം കൊണ്ടാണ് ഇവന്മാർ തൂർത്തടിക്കുന്നതും കട്ട് നിന്നതും എല്ലാം എന്നുള്ളത് മാറ്റി വെച്ചുകൊണ്ട് തന്നെയാണ് ഇവന്മാർ ഇതുപോലുള്ളത് ആത്മീയാചാര്യന്മാർക്ക് അനുമതി നിഷേധിക്കുന്നത്, അവരെ അവിടെ നിന്ന് കയറ്റാതിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് അവിടെ വെച്ച് സ്വീകരണം നൽകാൻ ഉള്ള അനുമതി നിഷേധിച്ചതിനെ എന്തുകൊണ്ട് ഇയാൾ സച്ചിദാനന്ദൻ എന്തുകൊണ്ട് എതിർക്കുന്നില്ല? അയാൾ തെറ്റാണെന്ന് എന്തുകൊണ്ടെന്ന് പറഞ്ഞില്ല? അവിടെ ആ മഹാമണ്ഡലേശ്വരന് സ്വീകരണം കൊടുക്കാൻ ആദ്യം നൽകിയ അനുമതി CPM-ന്റെ നിർദ്ദേശത്തെ തുടർന്ന് അത് അനുവാദം കൊടുത്തവർ അത് പിൻവലിച്ചപ്പോൾ അത് തെറ്റാണെന്ന് എന്തുകൊണ്ട് ഇയാൾ പറഞ്ഞില്ല? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് ഇയാൾ പറഞ്ഞില്ല? അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ സച്ചിദാനന്ദ സ്വാമികൾ എന്ന് പറയുന്ന അയാളുടെ രാഷ്ട്രീയ അജണ്ട. പ്രത്യേകിച്ച് തൃശ്ശൂർ വീണ്ടും അവർക്ക് ഒരു തോൽവി ഏറ്റുവാങ്ങാൻ അവർക്ക് തയ്യാറില്ല. അത് തന്നെ കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപി അവിടെ നിന്ന് ജയിച്ചു BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട്. അതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഹിന്ദുക്കളുടെ ഒരു ഐക്യം, ഹിന്ദുക്കളുടെ നല്ലല്ല, അവിടെ ഹിന്ദുക്കൾക്കൊപ്പം ക്രിസ്തു മതത്തിൽപ്പെട്ട നല്ലൊരു വിഭാഗവും ചേർന്നാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്. ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം രൂപപ്പെട്ടു വരുന്നു. അതിന് തൃശ്ശൂർ ഒരു വേദിയായി. അതിനിയും അനുവദിച്ചുകൂടാ എന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് CPM-ന്റെ നേതൃത്വം ഈ മഹാമണ്ഡലേശ്വരന് അവിടെ സ്വീകരണം കൊടുക്കാൻ അനുവദിക്കാതിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക ഹിന്ദുവിൻ്റെ ഗതികേട്. നമ്മുടെ ഒരു ആചാര്യശ്രേഷ്ഠന് നമുക്കിഷ്ടമുള്ള ഒരു ക്ഷേത്രത്തെ അല്ലെ നമുക്കിഷ്ടമുള്ള ഒരു സ്ഥലത്ത് വെച്ച് സ്വീകരണം കൊടുക്കണമെങ്കിൽ ഈ നിരീശ്വരവാദികളായ ഹിന്ദുമത ധ്വംസകരായി നടക്കുന്ന CPM-ന്റെ അനുമതി വേണം എന്നുള്ള ഒരു ഗതികെട്ട അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ അവസ്ഥ എത്തിയിട്ട് പോലും ഈ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന നമുക്കെന്തോ പറയുന്നത്, അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹം ഗുരുദേവനേക്കാളും വാൽമീകിയെക്കാളിലും വ്യാസഭഗവാനേക്കാളിലും ഒക്കെ മുകളിലുള്ള ആളാണെന്നാണ്. ഈ സാക്ഷാൽ പരമാത്മാവിനേക്കാൾ മുകളിലാണ് ഞാനെന്നാണ് ഈ സച്ചിദാനന്ദൻ്റെ വിചാരം.
അതിനാൽ നമ്മൾ ഓരോ ഹിന്ദു മതവിശ്വാസിയും ഓരോരുത്തരും ഇത് മനസ്സിലാക്കുക. ഇത്തരം കുത്തിത്തിരിപ്പുകാരുടെ, ഈ കാഷായ വേഷം അണിഞ്ഞ് നടക്കുന്ന ഇത്തരം കപടന്മാരുടെ യഥാർത്ഥ സ്വരൂപം നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇത്തരക്കാരെ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുക. ഇതുപോലുള്ള പവിത്രമായ സ്ഥാനങ്ങളിൽ ഇത്തരക്കാർ വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരെങ്കിലും ശ്രദ്ധിക്കുക. എല്ലാവരെ കൊണ്ടും അത് സാധ്യമല്ല. ആ വിഭാഗത്തിൽപ്പെട്ടവർ അതിനായി ശ്രദ്ധിക്കുക. അത് ഇത്തരക്കാരെ ഇതേപോലുള്ള സ്ഥാനങ്ങളിൽ വരാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.